തെരഞ്ഞെടുപ്പ് വേള മാധ്യമപ്രവർത്തകർക്ക് ഉത്സവകാലമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെയാണ് രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പിൽ സജീവമാവുക. എന്നാൽ അതിനു മുമ്പേ മാധ്യമപ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ചൂടിലാകും. വോട്ടെടുപ്പ് ദിവസമായാൽ പറയുകയും വേണ്ട. പോളിംഗ് ഓഫീസർ ബൂത്തിലെത്തുന്നതിനു മുമ്പേ മാധ്യമപ്രവർത്തകർ ബൂത്തിലുണ്ടാകും. പക്ഷേ വോട്ട് മാത്രം ചെയ്യാനാകില്ല. വോട്ട് ചെയ്യുന്നതിനേക്കാൾ വോട്ട് വിശേഷങ്ങൾ നാട്ടുകാരെ അറിയിക്കുന്നതിലാണ് മുൻഗണന. ഓരോ നിമിഷത്തെയും വാർത്തകൾ ആദ്യം തന്നെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കണം. ഇതിനിടെ വോട്ട് ചെയ്യാനാവാത്തവരെക്കുറിച്ചും വോട്ട് നിഷേധിക്കപ്പെട്ടവരെക്കുറിച്ചും അവർ വാർത്ത നൽകി. ഇടവേളകളിൽ സ്വന്തം അവകാശം വിനിയോഗിക്കാനാവാത്തതിലെ പരിഭവം. 2004 കാസർഗോഡ് ഒന്ന് ഡ്യൂട്ടി ഉണ്ടാവുക ചെയ്തതാണ്. പിന്നെ സമയം കിട്ടില്ല. നമുക്കിപ്പോൾ രാവിലെ ഇങ്ങനെ കറങ്ങിയിട്ട് വൈകുന്നേരം വോട്ട് പിന്നെ ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് വോട്ട് മാറ്റാൻ പറ്റില്ല. നാട്ടിൽ തന്നെ വോട്ട് കാസർഗോഡ് തന്നെയാണ്. പക്ഷെ ചെയ്തിട്ടിപ്പോൾ ഒരു 2004 10 കൊല്ലമായി. നീയോ നീയല്ലേ? കേരളത്തിൽ മാത്രം 2000-ഓളം ദൃശ്യമാധ്യമ പ്രവർത്തകരാണ് ജോലി ചെയ്യുന്നത്. ജോലി തിരക്കിനിടയിൽ വോട്ട് ചെയ്യാനാകാത്ത മാധ്യമപ്രവർത്തകർക്കായി തപാൽ വോട്ട് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തി. പക്ഷേ പ്രേക്ഷകർക്കിടയിലേക്ക് വോട്ട് വാർത്തകൾ എത്തിക്കുന്നതിനിടയിൽ സ്വന്തം സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പല മാധ്യമപ്രവർത്തകർക്കും കഴിയുന്നില്ല. അവർക്കൊപ്പം ഷിത, മീഡിയ 1 കോഴിക്കോട്.